ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തസ്മിന്ത എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് എല്ലാവരും കൂടെ പോയി അവിടെ ഒരു ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്യാൻ പോവാം. ഓക്കെ, അവിടെ തന്നെ രാത്രിയിൽ ഡിന്നറൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മൾ മടങ്ങി വരുന്നത്. അപ്പം അവിടുത്തെ ചില കാഴ്ചകളും സ്ഥലങ്ങളും എല്ലാം ഞാൻ കാണിച്ചു തരാം ഇന്ന്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ക്യാമ്പ് ഫയറും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. അങ്ങനെ 4:30-5 ആയപ്പോഴത്തേക്കും ഞങ്ങൾ തസ്മിന്തയിലെത്തി കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പം സൺസെറ്റായി. ഇത്ര ഇരുട്ടി. ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യുന്ന സ്ഥലത്തോട്ട് നടന്ന് അവിടെ എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ അന്ന് വലിയ തണുപ്പും കാറ്റും ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവർക്കും ഇച്ചിരി ഈസി ആയിട്ടത് മാനേജ് ചെയ്യാനായിട്ട് പറ്റി. തസ്മിന്ത എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ ആദ്യമേ ഓർമ്മ വരുന്നത് ഈ ഒരു വ്യൂ ആണ്. നമുക്ക് ടിബിലിസിയിൽ ഓൾമോസ്റ്റ് എവിടെ നിന്നാലും ഈ ഒരു ടവർ കാണാൻ പറ്റും. ആൻഡ് ഇത് നേരിട്ട് രാത്രിയിൽ കാണാൻ സത്യം പറഞ്ഞാൽ വേറെ ലെവൽ ഭംഗിയാണ്. അങ്ങനെ ഇച്ചിരി നേരം അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിന്നിട്ട് ഞങ്ങളെല്ലാവരും നേരെ കുക്കിങ്ങിലേക്ക് കടന്നു. ഇപ്പം കുക്കിങ് സ്റ്റാർട്ട് ചെയ്താൽ ഒരിച്ചിരി മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ എല്ലാവരും ഓരോരോ ജോലികളായിട്ട് ഡിവൈഡ് ചെയ്തെടുത്ത് ആൻഡ് അവരവരുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങി. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ ടിബിലിസിയുടെ നല്ലൊരു ഹോൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് രാത്രിയിൽ ഇതിൻ്റെ ഭംഗി അങ്ങ് ഇരട്ടിക്കും. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ മ്യൂസിക്കൊക്കെ ഇട്ട് എല്ലാവരും ഒരുമിച്ച് കുക്ക് ചെയ്യുകയും അതിൻ്റെ ഇടയ്ക്ക് സംസാരവും എല്ലാം ആയിട്ട് ഇച്ചിരി മണിക്കൂർ എങ്ങനെയാണ് തീർന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ആ രാത്രിയിലെ മെയിൻ ഹൈലൈറ്റ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കലായിരുന്നു. എല്ലാവരും ഒത്തിരി പൊട്ടറ്റോ കൊണ്ടുവന്നതുകൊണ്ട് അത് തീരുന്നില്ലായിരുന്നു. എന്നിട്ട് എണ്ണ തീർന്നിട്ടും അവസാനം പൊട്ടറ്റോസ് മിച്ചം വന്നു.
ദാ ഇത് കണ്ടോ, നല്ല അടിപൊളി വ്യൂ അല്ലേ. അങ്ങനെ 2-3 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളുടെ കുക്കിംഗ് പരിപാടികളൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി ഫുഡ് കഴിക്കൽ പരിപാടികളാണ്. അങ്ങനെ ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും ഇരുന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ചു, ഇച്ചിരി നേരം വർത്താനമൊക്കെ പറഞ്ഞു. സോ ഇന്നത്തെ വീഡിയോ എനിക്ക് എടുത്ത് തന്ന് ഹെൽപ്പ് ചെയ്തത് ഹൈഷാമാണ്. ആൻഡ് താങ്ക്സ് ടു ഹിം. അങ്ങനെ ഞങ്ങളുടെ അന്നത്തെ രാത്രിയിലത്തെ പരിപാടി നല്ല ഗംഭീരമായിട്ട് അവിടെ അവസാനിച്ചു. പിന്നെ ഞങ്ങൾ ഇച്ചിരി നേരം ഈ വ്യൂ കണ്ടുകൊണ്ട് നിന്നു. പിന്നെ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ തീയൊക്കെ അണച്ച് ഇറങ്ങി.
സോ അങ്ങനെ നമ്മുടെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ ഇന്നലെ രാത്രി എത്തിയപ്പോഴത്തേക്കും ഒരു 12:30 മണിയായി. ഇച്ചിരി ലേറ്റായി. പക്ഷേ നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യുകയും എല്ലാവരും ക്യാമ്പ് ഫയറിൻ്റെ ചുറ്റും ഇരുന്ന് ആഹാരം കഴിക്കുകയൊക്കെ നല്ലൊരു മെമ്മറി ആയിരുന്നു. പിന്നെ നമ്മളിങ്ങനെ ഒരാഴ്ച ഫുൾ 6 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെസ് എടുത്ത് ജോലി ചെയ്യുമ്പോഴത്തേക്കും ഒരു സൺഡേ വരുമ്പം ഇച്ചിരി റിലാക്സ് ചെയ്യാനായിട്ട് നോക്കണം. സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, നിങ്ങളും ഇങ്ങനെ ഒരാഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഇച്ചിരി റിലാക്സ് ചെയ്യാനോ ഇച്ചിരി സ്ട്രെസ് ഫ്രീ ആകാനോ നോക്കണം. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്. Until the next video we meet, take care and bye bye.